അപ്പൊ നമുക്കിന്ന് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നമ്മുടെ സാധാരണ ഇഡ്ഡലി കുട്ടുവത്തിൽ നല്ല അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്താൽ മൈദയൊന്നും ചേർക്കത്തില്ല ഇതില്. പിന്നെ ബിസ്ക്കറ്റും പഴവും വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല പൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് ബിസ്ക്കറ്റ് ആയാലും കുറച്ചെടുത്ത് നമ്മുടെ മിക്സിയിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി അത് മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 പഴം നല്ല പഴുത്ത് നോക്കി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അതിലേക്ക് ഇനി ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് വാനില എസൻസും ചേർത്ത് മധുരത്തിന് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. നല്ലപോലെ മിക്സാക്കി എടുത്തിട്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പൊടിയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സായി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ബാറ്ററും തിക്കാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും ഒന്നും കൂടെ മിക്സാക്കി എടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്ത് ഒരു ഇഡ്ഡലി കുട്ടുവത്തിൽ അതിൽ കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഈ നമ്മുടെ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി പഞ്ഞി പോലത്തെ നല്ലൊരു കേക്ക് റെഡിയാവും. അപ്പോൾ എങ്ങനെ ട്രൈ ആക്കല്ലേ, നല്ല പൊളി ടേസ്റ്റ് ആണ് കേട്ടോ.